നിങ്ങൾ നിഷേധത്തിൽ മാതൃകയാകരുത്. അതായത് നിഷേധത്തിൽ മാതൃക എന്ന് പറഞ്ഞാൽ ചില തെറ്റുകളൊക്കെ ആൾക്കാർ ആദ്യം തന്നെ കയറി ചെയ്യും. ഇതുവരെ ആരും ചെയ്യാതിരുന്നതായിരുന്നു. ഫോർ എക്സാമ്പിൾ, കല്യാണത്തിനോ മറ്റോ ഏതെങ്കിലും ദൂരസ്ഥലത്ത് നിന്ന് പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള ഗാനമേളയും പരിപാടികളൊക്കെ കൊണ്ടുവന്നു. അത് കണ്ട് ബാക്കിയുള്ളവരൊക്കെ അത് ചെയ്യാൻ തുടങ്ങി. അതായത് വഴികേടിൽ മറ്റുള്ളവരെ മറികടക്കുന്ന രീതിയിൽ പോവാണ്. അപ്പം നമ്മളുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം, പിൻപറ്റപ്പെടുന്ന നേതാക്കൾ അല്ലെങ്കിൽ സ്വാധീനമുള്ളവർ, ഇൻഫ്ലുവൻസേഴ്സ്, അവർ നിഷേധത്തിൽ മാതൃകയാവുന്ന രീതിയിൽ മാറരുത്. വല തക്കൂനു അവ്വല കാഫിരിൻ ബി. അതുപോലെ തുച്ഛമായ ലാഭത്തിനു വേണ്ടി ദീനിലുള്ള നിങ്ങളുടെ പദവികളെ, വിശ്വാസപരമായ കാര്യങ്ങളെ ദുരുപയോഗം ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിങ്ങൾ കുറഞ്ഞ വിലക്ക് വിൽക്കരുതെന്നർത്ഥം. അങ്ങനെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നൽകുന്നത് കാണാം. നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധ കാണിക്കാൻ പറയുന്നുണ്ട്. കാരണം ഈ നമസ്കാരത്തിലുള്ള ശ്രദ്ധ, ഇബാദത്തിലുള്ള ശ്രദ്ധ, ഇതുപോലുള്ള മാനസികമായിട്ടുണ്ടാകുന്ന ഒരുപാട് പാപങ്ങൾ, നേരത്തെ പറഞ്ഞ നിഷേധത്തിൽ മാതൃക കാണിക്കുക, കുറഞ്ഞ തുച്ഛമായ വിലക്ക് അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിൽക്കുക തുടങ്ങിയ ഒരുപാട് ദുർഗുണങ്ങൾക്കുള്ള പരിഹാരമാണ് നല്ല ആബിദ്യങ്ങളായി മാറുക എന്നുള്ളത്. അതുപോലെ നിങ്ങൾ ജനങ്ങളെ നന്മ ഉപദേശിക്കുകയും സ്വന്തത്തെ മറന്നു കളയുകയും ചെയ്യുകയാണോ എന്ന് ആ കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് അള്ളാഹു തആല അറിയിക്കുന്ന ഒരു സംഗതി, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് ഉറപ്പുള്ളവർക്കൊഴികെ, ഖിയാമത്തിനെക്കുറിച്ച്, അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഉറപ്പുള്ളവർക്കൊഴികെ നമസ്കാരം പ്രയാസമാണ്. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നമസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ അള്ളാഹുവിനോട് സഹായം തേടണം. ആ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം അവിടെ വീണ്ടും ഉണർത്തും. उलमाए देवबंद